കൂരവ് സ്മൂത്തി. ഞാൻ വാവ റോയി, വാവാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൂരവ് വെച്ച് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളം എടുക്കുക, 1 സ്പൂൺ കൂരവിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. വൃത്തിയായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ വൃത്തിയായിട്ട് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ നമുക്കത് കുറുക്കിയെടുക്കാം. ശ്രദ്ധിച്ചോണം, ചെറിയ തീയിടാവൂ, ഇളക്കിക്കൊണ്ടിരിക്കണം. പാലില്ലാതെ മധുരം ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂരവ് വെച്ചുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് കാണണം. കണ്ടെങ്കിലേ അത് കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് അടുക്കി പിടിക്കാതെ ചെറിയ തീയിൽ നമുക്ക് കുറുക്കിയെടുക്കാം. ഇതാ പൊസിഷൻ കണ്ടോ. ഇനി ഇത് അല്പം നേരം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. മിക്സിയുടെ ജാറിലോട്ട് അനാറിട്ട് കൊടുക്കാം, ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം, 5 കാഷ്നട്ട് ഉണ്ട് അതിട്ട് കൊടുക്കാം, 5 ബദാമുണ്ട് കുതിർത്തതാ അതിട്ട് കൊടുക്കാം, ഏലക്ക അതിട്ട് കൊടുക്കാം. ഇത് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തോട്ട് വരാം. അത് നമ്മൾ ക്രഷ് ചെയ്ത് നമുക്ക് തുറക്കാം. ഇതാ ഇനി അതിനകത്തോട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കൂരവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ കുറുക്കിയ കൂരവ് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്കിത് 1 വട്ടം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഈ ഗ്ലാസ്സിലോട്ട് നമുക്കത് ഒഴിക്കാം. മുകളിലോട്ട് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏത് അസുഖക്കാർക്കും കഴിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂരവ് സ്മൂത്തി. ഉപയോഗിക്കാതെ മധുരം ഇടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂരവ് സ്മൂത്തി. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.